നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക ബ്രെയിൻ ദിനം. മസ്തിഷ്ക രക്തസ്രാവത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ടിനു രവി എബ്രഹാമാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, തലച്ചോറിലെ രക്തസ്രാവം ഇപ്പോൾ എത്രത്തോളം സാധാരണമാണ്? അറിയാമല്ലോ, ഈ തലച്ചോറിലോട്ടുള്ള രക്തോട്ടം കുറയുന്ന അവസ്ഥയ്ക്ക് സ്ട്രോക്ക് എന്ന് പറയും. ഈ തലച്ചോറിനെ ബാധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ തലച്ചോറിലോട്ടുള്ള രക്തോട്ടം നിലച്ചിട്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ വരുന്ന ഒരു സ്ട്രോക്കും ഉണ്ട്. അല്ലാതെ തലച്ചോറിലെ രക്തോട്ടം രക്തക്കുഴലിൽ പൊട്ടി ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന ടൈപ്പ് സ്ട്രോക്കും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രോക്കിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കണക്കുകളിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത് ഏകദേശം 12 മില്യൺ, അതായത് 1,20,00,000 ആൾക്കാർക്കാണ് ഒരു വർഷം ലോകത്ത് സ്ട്രോക്ക് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പേടിപ്പെടുത്തുന്ന ഒരു കണക്കാണ് 10 കോടിയോളം ആൾക്കാർ സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലാണ് എന്നുള്ളത്. അതിൽ തന്നെ ഒരു 15% ആൾക്കാർ ഈ രക്തസ്രാവം മൂലമുള്ള സ്ട്രോക്ക് കാരണം അസുഖം അനുഭവിക്കുന്നവരാണ്. വേറൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് 2050 ഈ സ്ട്രോക്കിന്റെ എണ്ണം ഡബിൾ ആകും എന്നുള്ളതാണ്. അപ്പം അത്രയ്ക്കും ഗുരുതരമാണ് ഇപ്പൊ ഈ സ്ട്രോക്കിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തലച്ചോറിൽ രക്തസ്രാവം വരുന്നത്? ഈ പ്രഷർ കൂടുന്നത് കൊണ്ടാണോ? അതുപോലെ തന്നെ ഈ ഒരു പരിധിവരെ പ്രഷർ നിയന്ത്രിക്കുന്നതിലൂടെ എങ്ങനെ ഇത് തടയാൻ വേണ്ടി സാധിക്കും? തീർച്ചയായിട്ടും ഈ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ പ്രഷർ കൂടുന്നതുകൊണ്ട് തലച്ചോറിലോട്ടുള്ള രക്തോട്ടം കൂട്ടുന്നത് വഴി തലച്ചോറിന്റെ രക്തക്കുഴലിൽ പൊട്ടുന്നതിന്റെ പ്രധാന കാരണം സ്ട്രോക്ക് തന്നെ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ രക്തസമ്മർദ്ദം തന്നെയാണ്. ഈ സ്ട്രോക്ക് നിയന്ത്രിക്കാൻ, സ്ട്രോക്ക് തടയാൻ വേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം തന്നെ ഈ രക്തസമ്മർദ്ദം നിയന്ത്രണത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്ത് എല്ലാ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളും ഉണ്ടെങ്കിൽ പോലും ഈ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വളരെ മോശം. അതുകൊണ്ട് തന്നെ അസുഖം തടയുക എന്നുള്ളതാണ് ഈ സ്ട്രോക്കിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചികിത്സാ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന വഴി നമുക്ക് സ്ട്രോക്ക് ഒരു പരിധി വരെ തടയാം. അതില് പല രോഗികളും ചോദിക്കാറുണ്ട്, സ്ട്രോക്ക് BP എത്ര കൊണ്ട് നിർത്തണം ഡോക്ടറെ. ഒരു അമേരിക്കൻ കാർഡിയോളജി അസോസിയേഷന്റെ കണക്ക് പ്രകാരം ഒരു 130/80 എന്ന് പറഞ്ഞ ഒരു വാല്യൂവിന്റെ ഇപ്പുറത്തോട്ട് സ്ട്രോക്ക് BP നിയന്ത്രിക്കുകയാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത നമുക്ക് വളരെയധികം കുറയ്ക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ ആഹാരത്തിലുള്ള ശ്രദ്ധക്കുറവാണ് ഈ പ്രഷർ കൂടാനുള്ള കാരണം. ഉപ്പിന്റെ അംശം നമ്മുടെ ഭക്ഷണത്തിൽ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഒരു സാധാരണ മനുഷ്യർക്ക് ഒരു 5 ഗ്രാമിന്റെ ഉപ്പിന്റെ ആവശ്യമേ ഒരു ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു 15-20 ഗ്രാംസ് ഒക്കെ ഉപ്പ്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന് ആവശ്യമുള്ള ഉപ്പിനെക്കാട്ടിലും 3-4 ഇരട്ടി ഉപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഉപ്പിന്റെ അംശം കുറയ്ക്കാം. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഭക്ഷണത്തിന് വീട്ടിലുള്ള പലഹാരം കൊടുക്കുന്നതിന് പലപ്പോഴും 5-10 രൂപയുടെ ഈ പാക്കറ്റിൽ വരുന്ന ചിപ്സ് മേടിച്ച് കൊടുക്കുക എന്നുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അതിലൊക്കെ ഉപ്പിന്റെ അംശം വളരെയധികം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഭക്ഷണ ശൈലി വഴി വരും തലമുറയ്ക്ക് നേരത്തെ തന്നെ പ്രഷറും അതുകൊണ്ടുണ്ടാകുന്ന ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും പോലെയുള്ള അസുഖങ്ങൾക്ക് വരാനാണ് സാധ്യത. അപ്പം പ്രഷർ നിയന്ത്രണം, പിന്നെ പ്രഷറിന്റെ അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രഷർ മോണിറ്റർ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്ത് അതിനുള്ള മരുന്നെല്ലാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ നിയന്ത്രണത്തിൽ വരുത്താനും പറ്റും. അതുവഴി നമുക്ക് സ്ട്രോക്കിന്റെ വരുന്നതിനുള്ള ഒരു സാധ്യത നമുക്ക് കുറയ്ക്കാനും പറ്റും. അതുപോലെ മറ്റ് എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ മസ്തിഷ്ക രക്തസ്രാവം വരാം? ഗുരുതര രോഗങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞു, അത് പ്രഷറാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ രക്തസ്രാവം വരുന്നതിനുള്ള മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന എല്ലാ അസുഖങ്ങളും തന്നെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണ്. കാരണം തലച്ചോറിനുണ്ടാകുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മറ്റു അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ രക്തസമ്മർദ്ദം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരിൽ കാണുന്ന അമൈലോയ്ഡ് ആൻജിയോപതി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതായത് ഈ അമൈലോയ്ഡ് എന്ന് പറഞ്ഞൊരു അസാധാരണ പ്രോട്ടീൻ ശരീരത്തിന്റെ തലച്ചോറിലുള്ള രക്തക്കുഴലിലെല്ലാം ഡെപ്പോസിറ്റ് വരികയും അങ്ങനെ രക്തക്കുഴൽ വീക്ക് ആവുകയും അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് വരികയും
അങ്ങനെ ഞങ്ങൾ കാണാറ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നീട് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് തലച്ചോറുള്ള ട്യൂമേഴ്സ്. ചില ട്യൂമറുകൾ തലച്ചോറിന്റെ അകത്തോട്ട് ബ്ലീഡ് ചെയ്യാം. ചില ട്യൂമറുകൾ ബ്ലീഡിങ്ങോടുകൂടി ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതെ. പിന്നെ തലച്ചോറിലെ രക്തക്കുഴലിന്റെ ചില അപാകതകളുണ്ട്. രക്തക്കുഴലിന്റെ മുഴ, അന്യൂറിസം എന്ന് പറഞ്ഞൊരു അസുഖം. ഈ അന്യൂറിസം പൊട്ടിക്കഴിഞ്ഞാൽ, രക്തക്കുഴലിൽ പൊട്ടിക്കഴിഞ്ഞാൽ തലച്ചോറിനകത്ത് ബ്ലീഡിംഗ് ആയിട്ട് രോഗി സ്ട്രോക്ക് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ തലച്ചോറിന്റെ രക്തക്കുഴലിലൊക്കെ വളർച്ച വന്ന് അത് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന AV മാൽഫോർമേഷൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെമറാജിക് സ്ട്രോക്ക്, അതായത് തലച്ചോറ് രക്തസ്രാവമായിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടില് പലർക്കും ഈ ഹാർട്ടിന്റെ അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒത്തിരി രോഗികളുണ്ട്. അപ്പൊ അവർ കഴിക്കുന്ന എക്കോസ്പ്രിൻ, ക്ലോപ്പിലെറ്റ്, പിന്നെ ഹാർട്ടിലെ വാൽവിന്റെ അസുഖത്തിന് കഴിക്കുന്ന വാർഫാറിൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ തലച്ചോറിന്റെ രക്തസ്രാവം വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അടുത്തിടെയായിട്ട് വേറൊരു കാരണം കൂടി രക്തസ്രാവത്തിന്റെ കാരണമായിട്ട് കാണാറുണ്ട്. അതായത് പുതിയ തലമുറയിൽ ഉള്ള ഡ്രഗ് അബ്യൂസ്, പ്രത്യേകിച്ച് ഈ കൊക്കെയിൻ, ആംഫിറ്റമിൻ തുടങ്ങിയ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ലഹരിക്ക് അടിമയായിട്ടുള്ള യങ്സ്റ്റേഴ്സിന്, ചെറുപ്പക്കാരിലും ഇതുപോലെ രക്തസ്രാവം തലച്ചോറിന്റെ ഭാഗത്ത് ഞങ്ങൾ കണ്ടുവരാറുണ്ട്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് രവീന്ദ്രനാണ്. രവീന്ദ്രൻ ഡോക്ടറോട് സംസാരിക്കാം. പറഞ്ഞോളൂ. 8 വർഷമായി സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഇടത് ഭാഗം തളർന്നിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗം. ഓക്കെ. അപ്പൊ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും മാറിയിട്ടില്ല സാറേ, അത് മാറി കിട്ടുമോ? ശരീരത്തിന്റെ ഏത് വശമാണ് തളർന്നിരിക്കുന്നത് രവീന്ദ്രന്? ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗം. ബ്ലീഡിംഗ് സാറേ. ഓക്കെ. ഓപ്പറേഷൻ ഒക്കെ ചെയ്യുകയുണ്ടായോ? ഇല്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ബ്ലീഡിംഗ് ആണ്, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഓക്കെ. ഈ പ്രധാനമായിട്ടും രവീന്ദ്രൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തലച്ചോറിന്റെ അകത്തുള്ള രക്തസ്രാവത്തിന്റെ റിസൾട്ട് പൊതുവെ മോശമാണ്. പിന്നെ രവീന്ദ്രന്റെ ഭാഗ്യം കൊണ്ട് തലച്ചോറിന്റെ വലതുവശത്തുള്ള ബ്ലീഡിംഗ് വന്നതുകൊണ്ടാണ് ഈ ഇടതുവശത്തിന് ഉള്ള ഒരു ബലക്കുറവോടുകൂടി നമ്മൾ ജീവൻ രക്ഷപ്പെട്ട് വന്നത്. പിന്നീട് ഇതിന്റെ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് മാത്രമാണ് രവീന്ദ്രൻ 8 വർഷമായിട്ടും രവീന്ദ്രന് ഒത്തിരി മോശമാവാത്ത അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റിയത്. പിന്നെ റീഹാബിലിറ്റേഷൻ നടക്കാനും പറ്റുന്നില്ല സാറേ, നടക്കാനും പറ്റില്ല. ഫിസിയോതെറാപ്പി ഒക്കെ ആവശ്യത്തിന് ചെയ്തായിരുന്നോ? ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തായിരുന്നോ? ഫിസിയോതെറാപ്പി തുടർച്ചയായി ചെയ്യുന്നുണ്ട്. ഇപ്പോ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കണ്ടേ, നടക്കാൻ പറ്റില്ല. മരുന്ന് കഴിക്കുക, ഫിസിയോതെറാപ്പി റെഗുലറായിട്ട് ചെയ്യുക. ഒരു പരിധി വരെ നമുക്ക് ഇതിന്റെ അസുഖത്തിൽ നിന്ന് രക്ഷ വരും. പൂർണ്ണമായിട്ട് ശരിയാകും എന്നുള്ളൊരു ഉറപ്പ് പറയുന്നില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്കത് ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള സാധ്യത. ഡോക്ടർ, അതുപോലെ എന്തൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടാൽ ഇത്തരത്തിൽ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതുപോലെ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ അറിയാതെ പോകുന്ന സാഹചര്യം നിലവിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാരും മറ്റാരോഗ്യ പ്രവർത്തകർ മാത്രം അറിഞ്ഞാൽ പോരാ. സമൂഹം തന്നെ സ്ട്രോക്കിന്റെ ആരംഭഘട്ടത്തിലുള്ള ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കും. കാരണം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ പറയുവാണെങ്കിൽ ക്ലാസിക്കലി സഡൻ ഓൺസെറ്റ് സിവിയർ ഹെഡേക്ക് എന്ന് പറയും. അതായത് പെട്ടെന്ന് വരികയും വളരെ അതികഠിനമായിട്ടുള്ള തലവേദനയായിട്ട് വരികയും ചെയ്യുന്ന തലവേദന വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ്. അത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ തലവേദന കൂടിക്കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുന്നത്? അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ മേടിച്ച് കഴിച്ച് ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ തലവേദന മാറും എന്ന് കരുതി കിടക്കും. അല്ലെങ്കിൽ ചിലവര് ഒരു ചായ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുമ്പോഴത്തേക്ക് തലവേദന മാറിക്കോളും കരുതും. അത് കുടിച്ചിട്ട് കിടക്കുകയും പിന്നീട് ഇവരുടെ ബന്ധുക്കൾ ഈ അബോധാവസ്ഥയിലുള്ള ഈ ഒരു രോഗിയെ സ്ട്രോക്കോടുകൂടി ആശുപത്രിയിലോട്ട് കൊണ്ടുവരികയാണ് ഞങ്ങൾ സാധാരണ കാണുന്നത്. അപ്പൊ അത് ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണം എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഒന്ന് ഞാൻ പറയുകയുണ്ടായി, തലവേദന. പിന്നെ ചിലവർ ചോദിക്കും, ഈ തലവേദന സ്ഥിരമായിട്ട് വരുന്ന അസുഖം ഉണ്ട്, പ്രത്യേകിച്ച് ഈ മൈഗ്രെയിൻ, അതായത് ചെന്നിക്കുത്തം എന്ന് പറഞ്ഞ അസുഖം ഉള്ളവർ സ്ഥിരം തലവേദന വരും. പിന്നെ എങ്ങനെ സ്ട്രോക്കിന്റെ ആരംഭമാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയും ഡോക്ടറെയും ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ തലവേദനയുടെ സ്വഭാവം മാറും. അതായത് സ്ഥിരമായിട്ടൊരു ലോ ഗ്രേഡിൽ വരുന്ന തലവേദന ചിലപ്പോൾ പെട്ടെന്നൊരു തലവേദനയായിട്ട് വരും, അല്ലെങ്കിൽ ദിവസം ഒരു തവണയൊക്കെ വരുന്ന തലവേദന കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന തലവേദനയായിട്ട്. അതിന്റെ ഒരു തലവേദനയുടെ സ്വഭാവം മാറുമ്പോൾ അവർ ശ്രദ്ധിച്ചോണം, ഇത് ചിലപ്പോൾ സ്ട്രോക്കിന്റെ ആരംഭമായിരിക്കാം.
പിന്നെ ഉള്ളത് തലവേദനയുടെ കൂടെ തന്നെ നിർത്താതെയുള്ള ഛർദി അല്ലെങ്കിൽ ഛർദിക്കാനുള്ള ഒരു തോന്നൽ. ഇതൊക്കെ ആദ്യ ഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് വരുന്ന സിംറ്റംസ് അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് വരുന്ന ബലക്കുറവോ അല്ലെങ്കിൽ മരപ്പോ. ചെറിയ തോതിലായിരിക്കാം ബലക്കുറവ് വരുന്നത്. ചിലപ്പം കയ്യിലുള്ള ചായ കുടിക്കുന്ന കൈയാണെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ നിന്ന് ചായയുടെ ഗ്ലാസ് സ്ലിപ്പായി പോവുക, അല്ലെങ്കിൽ നമ്മൾ കോയിൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ പിടിക്കേണ്ട പൈസയൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരിക, ചോറ് ഒരു ഉരുളയാക്കി ഒന്നും എടുക്കാൻ പറ്റാതെ വരിക, ചിലവര് വലത് കൈ കൊണ്ട് എഴുതുന്നവരുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായി പോവുക. ഇതെല്ലാം ബലക്കുറവിന്റെ ആദ്യത്തെ ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത്. അതുകൂടാതെ ചിലവരുടെ ഈ മുഖത്ത് ഒരു വശത്തെ ചിറി ഇങ്ങോട്ട് കൂടിപ്പോകാം. അത് പലപ്പോഴും രോഗിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കൂട്ടുകാര്, അല്ലെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ വല്ലതായിരിക്കും ഈ ചിറി കൂടി പോകുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പം അതൊരു സ്ട്രോക്കിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു ലക്ഷണമാണ്. പിന്നെയുള്ളൊരു ലക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംസാരത്തിലുള്ള ഇടർച്ച. ഇപ്പൊ സംസാരിക്കുമ്പം ഒരു കുഴച്ചിൽ പോലെ വരാം. ചിലർക്ക് സംസാരം പുറത്തോട്ട് വരത്തില്ല. അങ്ങനത്തെ ഒരു അഫേസിയ എന്ന് പറഞ്ഞൊരു സ്ഥിതിയിലോട്ട് പോകാം. അപ്പം അത് മറ്റൊരു ലക്ഷണം. പിന്നെ ഈ കണ്ണിൽ ഇരുട്ട് കയറും, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചയ്ക്ക് മങ്ങല് സംഭവിക്കും. അതും സ്ട്രോക്കിന്റെ ആദ്യമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ ഒന്നാണ്. പിന്നെ പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ടത് ഈ രോഗിയുടെ സ്വഭാവത്തിന് മാറ്റം വരും. അതായത് നിപ്പിന് തന്നെ രോഗിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക, പെട്ടെന്നൊരു മറവി വന്ന് വീട്ടിൽ നിന്ന് പോയി തിരിച്ച് വരാൻ വഴി അറിയാതെ നിൽക്കുക, ഡെമൻഷ്യ പോലെ, മറവി പോലെ, അല്ലെന്നുണ്ടെങ്കിൽ സ്വഭാവത്തിൽ നല്ല മാറ്റം വരിക. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതൊക്കെ സ്ട്രോക്കിന്റെ ആദ്യമായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മുടെ ഒരു രോഗിക്ക്, നമ്മുടെ ഒരു ബന്ധുവിന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി അതൊന്ന് ചെക്കപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞല്ലോ, രോഗിയുടെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ, മസ്തിഷ്കാഘാതം വന്നു കഴിഞ്ഞിട്ടുള്ള ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും രക്ഷപ്പെടാത്ത അവസ്ഥയിലോട്ടാണ് പല രോഗികളും പോകുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ രോഗം എത്രത്തോളം അപകടകരമാണ്? ഇതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അസുഖമല്ല. ഇതിന്റെ കോംപ്ലിക്കേഷൻസും വളരെയധികം ഉണ്ട്. ഇതിന്റെ കോംപ്ലിക്കേഷൻസിന്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ കൂടാതെ ഇത് പറയുന്നത് ഒരു 70 ലക്ഷത്തോളം ആൾക്കാരുടെ ജീവൻ ഒരു വർഷം നഷ്ടപ്പെടുന്നുണ്ട് ഈ സ്ട്രോക്കിൽ. അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത പറയുന്നത്, ഒരു 25 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ 4 ആൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത. അപ്പം ആലോചിച്ചോണം, നമ്മളൊരു കൂട്ടുകാരൊരു 4 പേര് സംസാരിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അത്രയ്ക്കും വ്യാപിച്ചിരിക്കുകയാണ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ അസുഖം. പിന്നെ ഈ തലച്ചോറിന്റെ രക്തസ്രാവത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ രക്തസ്രാവത്തിന്റെ അസുഖം വരുന്ന ആൾക്കാരിൽ 50% ആൾക്കാരും ഒരു അസുഖം വന്നല്ലെങ്കിൽ 1 മാസത്തിനകം മരണപ്പെടുന്നു എന്നുള്ളതാണ് കണക്കിൽ കാണിക്കുന്നത്. ബാക്കി 50% ആൾക്കാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെയും ഒരു 3/4, അതായത് 75% ആൾക്കാര് കിടപ്പ് രോഗികളായിട്ട് മാറുകയാണ്. പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് മറ്റുള്ളവരിൽ ആശ്രയിക്കപ്പെടുന്ന ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള പേഷ്യന്റായിട്ട് മാറുകയാണ്. ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ 5 പേരോ അതിന് താഴെ ആൾക്കാരോ മാത്രമേ ഒരു തലച്ചോറ് രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് വരുന്നുള്ളൂ. അപ്പം അതാണ് ഇതിന്റെ ഒരു സങ്കീർണത എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ട്രോക്കിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. അത് ട്രീറ്റ്മെന്റ് ഇനീഷ്യൽ കാലഘട്ട സ്ഥിതിയിലെ ഒരു അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്, അത് ആ അസുഖമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു അക്യൂട്ട് സ്റ്റേജിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ഈ രക്തസ്രാവം പല രീതിയിലും അതിൽ നിന്ന് മാറ്റം സംഭവിക്കാം. ഒന്നുകിൽ രക്തസ്രാവം മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്ത് പോകാം. പലപ്പോഴും കാണുന്നത് തലച്ചോറിൽ രക്തസ്രാവം കൂടുകയും തലച്ചോറിലുള്ള മർദ്ദം കൂടുകയും അതുവഴി രോഗിക്ക് ബലക്കുറവും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൂടുന്നതായിട്ടുള്ള കാണുന്നു. ചിലപ്പം ഓപ്പറേഷൻ തന്നെ, വളരെ മേജറായിട്ടുള്ള സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നേക്കാം. അതൊരു കോംപ്ലിക്കേഷൻ ആണ്. പിന്നെയുള്ളത്, ഈ തലച്ചോറിന്റെ രക്തസ്രാവം മൂലം ശരീരത്തിലുള്ള ഒട്ടുമിക്ക അവയവങ്ങൾക്കും മാറ്റങ്ങൾ വരും. ഇപ്പം ഉദാഹരണത്തിന് ഹാർട്ടില് അരിത്മിയാസ് എന്ന് പറഞ്ഞ ഹാർട്ടിന്റെ താളക്രമം തെറ്റുന്ന ഒരു അസുഖം, അത് ചിലപ്പോൾ വന്നെന്ന് വരാം. അതുപോലെ തന്നെ ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന ചില സമയങ്ങളിൽ രോഗിയുടെ സ്രവമോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമോ ഇതെല്ലാം ആസ്പിറേഷൻ വഴി ചെസ്റ്റിനകത്ത് ചെന്നിട്ട് ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം.
ഒരു വശത്തോട്ടുള്ള കാല് അല്ലെങ്കിൽ കൈക്ക് തളർച്ചയായത് കാരണം അതിന്റെ അകത്തുള്ള രക്തക്കുഴലുകൾ വെയിൻസ് എന്ന് പറഞ്ഞ വെയിൻസിന്റെ അകത്ത് ക്ലോട്ട് വന്നിട്ട് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം വരാം. ഇങ്ങനെ പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ സ്ട്രോക്കിന്റെ ആദ്യഘട്ടങ്ങളിൽ വരുന്നത്. പിന്നെ ലോങ് ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ഇപ്പൊ നമ്മളെ ഒരു പ്രേക്ഷകർ വിളിക്കുകയുണ്ടായി 8 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വശം തളർന്നിരിക്കുകയാണ്. അപ്പം ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞ ഒരു വശം തളർന്നു പോവുക, ചിലവരുടെ സംസാരശേഷി പോകും, ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് സംസാരശേഷി പോകാം, ചിലവരുടെ കാഴ്ചയ്ക്ക് അങ്ങനെ വരാം, ചിലവര് അപസ്മാരത്തിന്റെ ഒരു അസുഖം, ആ അസുഖത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം. പിന്നെ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ഒരു തവണ സ്ട്രോക്ക് വന്നാൽ ഒരു 100 പേരിൽ ഒരു 3-5% ആൾക്കാർക്ക് വീണ്ടും സ്ട്രോക്ക് വരാം. പിന്നെ പലരും മാനസികമായി തന്നെ സ്ട്രോക്ക് കാരണം ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറഞ്ഞ ഡിസോർഡറിലോട്ടോ ഒക്കെ പോകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കിടക്കുന്ന രോഗികൾക്ക് വരുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ് ആണ് ഈ പുറത്ത് പൊട്ടുക, ബെഡ് സോർ എന്ന് പറഞ്ഞിട്ട് പുറത്തോ അല്ലെങ്കിൽ മുതുകത്തോ കാലിന്റെ ഭാഗത്തൊക്കെ പൊട്ടല് സംഭവിക്കുക. ഇതൊക്കെയാണ് ഈ സ്ട്രോക്ക് വന്നതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴാണ് ഇതൊരു സർജറിയിലേക്ക് കടക്കുന്നത്? സർജറിയുടെ മറ്റ് ക്രമങ്ങൾ എന്തൊക്കെയാണ്? തലച്ചോറിലെ ഈ രക്തസ്രാവം എന്ന് പറഞ്ഞ സ്ട്രോക്ക് ആയിട്ട് വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർജറി ആവശ്യം വരുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ബ്ലീഡിങ് ഇരിക്കുന്നത് അനുസരിച്ചിരിക്കും. അപ്പൊ തലച്ചോറിന്റെ പിൻഭാഗത്ത് സെറിബെല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്ലീഡിങ് ഉള്ളതെങ്കിൽ വളരെ ചെറിയ ബ്ലീഡിങ്, അതായത് 3 സെന്റിമീറ്റർ ഒക്കെ വലിപ്പം ഉണ്ടെങ്കിൽ പോലും അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അതാണ് ഒരു സർജിക്കൽ ഇൻഡിക്കേഷൻ. പിന്നെ തലച്ചോറിന്റെ മേലിൽ സെറിബ്രം എന്ന് പറഞ്ഞ നമ്മുടെ മെയിൻ തലച്ചോറിന്റെ അവിടെ ബ്ലീഡിങ് വരികയാണെങ്കിൽ നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അതിന്റെ വലിപ്പം. ഒരു 30 മില്ലിക്ക് താഴെയൊക്കെ വോളിയമേ ഉള്ളൂ, അത്രയ്ക്കും സൈസുള്ള രക്തസ്രാവമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മരുന്നുകൊണ്ട് മിക്കവാറും മാറും. 30 തൊട്ട് മേളിലോട്ട് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രോഗിയുടെ ലക്ഷണങ്ങൾ കൂടി നോക്കും. അതായത് രോഗിക്ക് ചിലപ്പോൾ രോഗിയുടെ കണ്ടീഷൻ മോശമാവുകയോ അല്ലെങ്കിൽ സ്കാൻ എടുക്കുമ്പോൾ തലച്ചോറിൻ്റെ അകത്ത് മർദ്ദം കൂടുതലായിട്ട് നമുക്ക് സംശയം തോന്നുകയോ അല്ലെങ്കിൽ തലച്ചോറിന്റെ മർദ്ദം അളക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ICP തലച്ചോറിന്റെ മർദ്ദം വളരെ കൂടുതലായിട്ട് കാണുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് സർജറി വേണ്ടി വരും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. വെള്ളയാനിയിൽ നിന്നും മറ്റൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. നാരായണി, ഡോക്ടറോട് സംസാരിക്കാം. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ 3-4 കൊല്ലം കൊണ്ട് എക്കോസ്പിരിൻ ഗുളിക കഴിക്കുകയാണ് ഹാർട്ടിന്റെ വാൽവ് തേയ്മാനത്തിന്. അത് ഇനി മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാവുമെന്നുണ്ടോ ഡോക്ടർ പറയണ കേട്ടോ ടിവിയില്, അതുകൊണ്ട് ചോദിച്ചതാണ്. പിന്നെ പ്രഷറിന് ഗുളിക കഴിക്കുന്നുണ്ട്, എക്കോസ്പിരിൻ അല്ല പിന്നെ അമലോപ്രസ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഹാർട്ടിന്റെ അസുഖത്തിന്റെ മരുന്ന് കഴിക്കുന്നവർക്ക് സ്ട്രോക്ക് വരണം എന്നില്ല. പക്ഷേ ഈ മാഡത്തിന്റെ BP കൺട്രോൾ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. BP അടിക്കടി പോയി ചെക്കപ്പ് ചെയ്തു 130-80 പറഞ്ഞ് ഒരു വാല്യൂവിന് മേളിലോട്ട് പോകാതെ സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ആസ്പിരിൻ കഴിക്കുന്നവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ, എവിടെയെങ്കിലും ചെന്ന് തല ചെറുതായിട്ട് മുട്ടുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിന്റെ അകത്ത് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. അഥവാ തലയിലൊന്ന് മുട്ടിയാൽ തന്നെ എന്തെങ്കിലും തലവേദനയോ അപസ്മാരമോ ഒരു വശത്തോട്ട് ബലക്കുറവോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് ലക്ഷണം വല്ല വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് സൂക്ഷിച്ചാൽ മതി. എന്തെങ്കിലും ഒരു ലക്ഷണം കാണുവാണെങ്കിൽ ഡോക്ടറിൽ നിന്ന് അതിനുള്ള ചികിത്സ അവൈലബിൾ ആണ്. അപ്പം സൂക്ഷിച്ചാൽ മതി. അങ്ങനെ സ്ട്രോക്ക് വരും എന്നുള്ള ഒരു പേടി വേണ്ട. ഇന്ന് നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ടിനു രവി എബ്രഹാമാണ്. നമസ്കാരം.